ഹലോ പ്രൈസിലോടൊന്നും വിശേഷം സന്തോഷമായിരിക്കുന്നത്. പ്രഭാതി നിങ്ങളെ കാണാൻ കഴിഞ്ഞു വളരെ സന്തോഷം. ഞാൻ ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ മസീനഗുഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. മസീനഗുഡി അതായത് കർണാടകയുടെ തമിഴ്നാടിൻ്റെ എല്ലാം കൂടെ ബോർഡറാണ്. ഇവിടെ ഒരു ശുശ്രൂഷ വേണ്ടി വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ മടങ്ങി പോകുന്ന സമയത്ത് ഒരു നല്ല വീഡിയോ എടുക്കണം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് കാണാനും. ഒരുപാട് നാളായല്ലോ നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ട്. എന്താണ് ഒരുപാട് പേര് ചോദിച്ചു, എന്താ പാസ്റ്റേ മെസ്സേജ് ഇല്ലേ, എന്താണ് സംഭവിച്ചത്, സ്ഥലത്തില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാനിടയായി. സത്യത്തിൽ എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ചെവി വെക്കുന്ന മൈക്ക് കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഉപയോഗിക്കുന്നായിരുന്നു. അതിന് ചെറിയൊരു റിപ്പയർ ഉണ്ടായി. അത് അങ്ങനെ റിപ്പയറിന് കൊണ്ടുപോയി. പക്ഷേ അത് ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അടുത്തൊരു പുതിയ മൈക്ക് മേടിക്കുന്നതോളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഡിസംബർ മാസം കുറച്ച് ദിവസം നമ്മൾ മിഷൻ ട്രിപ്പായിട്ട് യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ദേവദാസന്മാരെല്ലാം അതിനുവേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണമൊക്കെയാണ് ഒരുപാട് മിഷൻ ട്രിപ്പുകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്, അല്ലേ? നമുക്ക് എത്രയോ ആളുകളോട് സുവിശേഷം പറയാൻ, ഫ്രഷായിട്ട് ആളുകളോട് സുവിശേഷം പറയാൻ ദൈവം നമുക്ക് അവസരമൊരുക്കി. നാം പ്രസംഗിക്കുന്നതും പാടുന്നതും ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നതൊക്കെ ആദ്യമായിട്ട് പല ഗ്രാമങ്ങളിലേക്കും ചെന്നാണ് ചെയ്യാറുള്ളത്. ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്രാവശ്യത്തെ നമ്മുടെ മിഷൻ ട്രിപ്പ് എനിക്ക് തോന്നുന്നത് 31 32 എനിക്ക് ക്ലിയറായിട്ട് അറിയത്തില്ല. ഒന്നാമത് നമ്മൾ എണ്ണാറില്ല പൊതുവെ, കാരണം ഒരുപാട് യാത്രകൾ ചെയ്യുന്നതുകൊണ്ട്. ദൈവത്തിൻ്റെ മഹാകൃപയാൽ ലാസ്റ്റ് നമ്മൾ മിഷൻ ട്രിപ്പായി കടന്നുപോയ സ്ഥലം കാവലിയായിരുന്നു. കാവലിയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ദൈവം നമ്മളെ കൊണ്ട് അവിടെ ചെയ്യിച്ചു. ഒരുപാട് പേര് കർത്താവുമായിട്ട് കണ്ടുമുട്ടുവാനും കർത്താവിനെ അറിയാനൊക്കെ ദൈവം ഭാഗ്യമൊരുക്കി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളായിരുന്നു. അവിടെ ഒരുപാട് ഗ്രാമങ്ങൾ ഇനിയും സുവിശേഷം കേൾക്കാത്ത, ഒരു പ്രാവശ്യം പോലും സുവിശേഷം കേൾക്കാത്ത ഒരുപാട് പേര് ആ ഭാഗങ്ങളിലുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാരൊക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറു സ്നേഹിതനോട് പറയാനിടയായി, നമ്മുടെ ആൾക്കാരൊക്കെ സുവിശേഷം കേട്ടോടത്ത് തന്നെയും പിന്നെയും അവിടെ തന്നെയാണ്. അവർ ചെയ്യട്ടെ, നമ്മളവരെ നിരുത്സാഹപ്പെടും, അതൊന്നും ചെയ്യുന്നുണ്ട്. എന്നാൽ ഞങ്ങളിപ്പം ഭക്ഷണം കഴിച്ചിട്ട് വന്നുള്ളതാണ്. തൊണ്ടയ്ക്ക് ഒരു പ്രയാസം മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തൊണ്ടയ്ക്ക് ഒരു റെസ്റ്റേ കൊടുത്തിട്ടില്ല. എന്നോട് കൂടെയുള്ള ദിവസം പറയുമായിരുന്നു ഈ 2 ദിവസങ്ങളിൽ റെസ്റ്റ് എടുക്കണമെന്ന്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മളെ മാക്സിമം നമ്മുടെ ആരോഗ്യം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അടുത്ത മാസം ഡിസംബർ മാസം നമ്മൾ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രത്യേക സ്ഥലത്തിന്, ആ സ്ഥലത്തിൻ്റെ പേര് കർണൂൽ. തെലുങ്കാനയല്ല, തെലുങ്കാനയുടെ ബോർഡറിലാണെന്നാണ് പറയുന്നത്. അതിന് എന്തോ ഒരു സീമ എന്നാണ് പറയുന്നത്. ഞാൻ പേര് റായലസീമ, അത് തന്നെ, റായലസീമ എന്ന സ്ഥലത്താണ് നമ്മൾ ഈ പ്രാവശ്യം കടന്നുപോയി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വേണം, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഒരു സന്ദേശം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത് വിലപ്പെട്ടതാണ്. നമ്മളെ സഹായിക്കാനോ നമ്മളെ പൊക്കിക്കൊണ്ട് വരാനോ ഒന്നും ആരും കാണിയല്ല ഇവിടെ. പ്രത്യേകിച്ച് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പുറകോട്ടാണ്. എന്നാൽ മറ്റുള്ള ഭാഷക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അവരെ അഭിനന്ദിക്കും, അവരെ ബഹുമാനിക്കും. ഇതൊക്കെ മറ്റുള്ള സംസ്ഥാനക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ ദൈവം തെരഞ്ഞെടുത്തതിനെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം തിരഞ്ഞെടുത്തതാണെങ്കിൽ, ഞാനിപ്പം പല മീറ്റിങ്ങിൽ ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് 2-3 പ്രാവശ്യം ചോദിക്കും, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, എന്നെ വിളിക്കണമെന്ന് തന്നെ ദൈവം നിങ്ങളോട് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചാണ് ഞാൻ മീറ്റിങ്ങിന് പോലും ഡേറ്റ് കൊടുക്കാറ്. ദൈവത്തിന് സ്വന്തം അല്ലാണ്ട് എന്നെ വിളിക്കുമോ, നിങ്ങൾ എന്നെ വിളിക്കാമോ എന്നൊന്നും ചോദിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. എൻ്റെ പ്രിയരെ, ഞാൻ എന്തിനും ഇത് ഇത്രയും ക്ലാരിറ്റിയോടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേര് സുവിശേഷം അറിയാത്തവർ. ഞാൻ ഇന്നലെ മിഷൻ ഇന്ത്യയുടെ ലീഡർഷിപ്പിലിരിക്കുന്ന കർത്താവദാസൻ ഡോക്ടർ സജി ലൂക്കോ സാറുമായിട്ട് ഇന്നലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, അദ്ദേഹം ഇപ്പം നേപ്പാളിൽ ഒരു ഗ്രാമത്തിലാണ് സുവിശേഷമായിട്ടാണ്. ഞാൻ ഇത് ചിന്തിച്ചതാണ്, എൻ്റെ ദൈവമേ, ആ ദേവദാസൻ നേപ്പാളിൽ പോയി കിടക്കണ വല്ല കാര്യമുള്ളൂ. അതൊരു ഗ്രാമത്തിൽ, അവിടെ ടവർ പോലും ഇല്ല. എവിടെയോ ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ ടവർ കിട്ടി. അങ്ങനെ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചതാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേര്
പല ഗ്രാമത്തിൽ പോയി. അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ ലീഡറാണെന്ന് ഓർക്കണം. നാഗ്പൂരാണ് അവരുടെ ഹെഡ് ഓഫീസ്. ഒരുപാട് ചർച്ചകളുണ്ട്. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുവിശേഷം എല്ലാവർക്കും ദൈവം വച്ചിരിക്കുന്നൊരു വലിയൊരു ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ ഈ ആയുസ് നിങ്ങളത് ചെയ്യണം. നിങ്ങൾക്ക് പോയി പറയാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോകുന്നവരുടെ പിൻപിൽ ഒരു 100 രൂപയോ ഒരു 50 രൂപയോ ഒരു 500 രൂപയോ അവർക്ക് അയച്ചു കൊടുത്ത് നിങ്ങൾ പോയി അത് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കണം. മറ്റൊരു ഭാഗം നമുക്ക് ചെയ്യാൻ കഴിയും, അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയരെ, എപ്പോഴാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെന്നോ കാഹളം ധരിക്കുന്നത് എപ്പോഴാണ് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇനിയുള്ളൊരു ആയുസ് വെറുതെ കളയരുത്. ഞാൻ സാധാരണ പറയുന്ന പോലെ, നിങ്ങൾ സഭായോഗം നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന നടത്തിയതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രതിഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതിനൊന്നും പ്രതിഫലം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്കതിനല്ല പ്രതിഫലമുള്ളത്. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പിടിച്ചു നിർത്തുന്നതിലും നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ തുടരുന്നതിനും അതിനൊക്കെ പ്രതിഫലം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വ്യക്തിയോട് സുവിശേഷം പറയാതെ എങ്ങനെയാണ് അവർ കേൾക്കുന്നത്? അവരെങ്ങനെയാണ് കർത്താവിനെ അവരെങ്ങനെ അറിയുന്നത്? എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പം പല ആൾക്കാരും പറയാം, എൻ്റെ ഭാഷ എനിക്ക് ഭാഷ അറിയത്തില്ല. ഞാൻ എന്നാ ഭാഷ അറിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ഈ കേരളത്തിലൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ചായക്കട ഞാൻ ചായ കുടിക്കാൻ കയറി. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ചായ കുടിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഒരു ഹൈന്ദവൻ്റെ ചായക്കടയായിരുന്നു. അദ്ദേഹം എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി ഈ നാട്ടുകാരനല്ല, എൻ്റെ സംസാര രീതി കേട്ടപ്പോൾ. അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, അന്നേരത്തേക്ക് ഒരു വണ്ടി അവിടെ വന്ന് പരിശോധന നടത്തി ആ കടയുടെ മുമ്പിൽ. ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഞാൻ പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടുകാരനാണ്, ഇപ്പം തമിഴ്നാട്ടിലാണ് ജീവിക്കുന്ന, കണ്ണൂരുകാരനാണ്. അത് ഉടനെ അദ്ദേഹം എന്നോട് എടുത്തവായി പറയുക, നിങ്ങളിവിടെ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ ഈ കടയിൽ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സൂത്രം കാണാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണത്? കാരണം ഇപ്പോൾ ഒരു ടീം കൂടെ വന്നിട്ട് പാട്ടൊക്കെ പാടി അവരടിച്ച് പൊളിച്ചിട്ട് പോയില്ലേ. ഇതുപോലെ ഒരു 5-6 എണ്ണം ഇപ്പോൾ വരും. ഇന്ന് ഞായറാഴ്ചയാണ്. 5-6 എണ്ണം ഇപ്പോൾ വരും. അവർ ഇവിടെ തന്നെ നടത്തും. ആകെ കേൾക്കാൻ ഞാനേ ഉള്ളൂ. പുള്ളി എന്നിട്ട് എന്നോട് പറയാം, ഞാൻ ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്ന ഒരു 600-ലധികം പരസ്യയോളം ഞാൻ കേട്ടു, പരസ്യയോഗം. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരുടെ പ്രസംഗത്തിൻ്റെ ശൈലിയും ഇവരുടെ പ്രസംഗത്തിൻ്റെ എല്ലാ ഏടുകാടുകളെല്ലാം ഞാൻ പഠിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ മനുഷ്യനൊരു ബൈബിൾ കോളേജ് പ്രിൻസിപ്പാൾ പോലെ ആയിരുന്നു ചുരുക്കം. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഞാനിത് പറയുമ്പം ഇതിനെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന ആൾക്കാർ കണ്ടേക്കാം. ചിലർ പറയും, ഒരുപാട് പ്രസംഗം കേട്ട് വായിക്കാൻ അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ നിങ്ങൾ ഈ പ്രസംഗം കർണാടകയിൽ പോകണ്ട, ആന്ധ്രയിലോ തെലുങ്കാനയിലോ തമിഴ്നാട്ടിലോ ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി ഒരു സ്ഥലത്ത് ചെയ്തായിരുന്നെങ്കിൽ ഒരു 10 പേര് ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേട്ടാരെ. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ടാണ് എനിക്ക് ഭാരം കയറി ഭ്രാന്തി പിടിച്ചതല്ല ഞാനീ പറയുന്നത്. വളരെ വിഷമം തോന്നി എനിക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ആയുസ്സിൽ സുവിശേഷം എല്ലാവരും പോകണം. നിങ്ങളുടെ വീട്ടിൽ വണ്ടിയില്ലേ, കാറിൻ്റെ ഉള്ള സംവിധാനം ഉപയോഗിച്ച് പോകണം. അല്ലെങ്കിൽ ഒരു 5-6 പേര് നിങ്ങൾ കൂട്ടുകൂടി നമുക്കൊന്ന് പോയാലോ? എന്തായാലും ഈ നീലഗിരി ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്കൊന്ന് പോയാലോ? ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ അങ്ങനെ ഡയറക്ഷൻ കൊടുത്ത് പറഞ്ഞു വിടാനിടയായി. സ്തോത്രം. ഒരുപാട് ദൈവദാസന്മാർ അവരെന്നെ പലരോട് പറയും, പാസ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നു ഇവിടെ, ഞങ്ങളിപ്പം വിജയവാഡയിലുണ്ട്. ചിലർ പറയും, പാസ് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഓങ്കോളിലെത്തി, പാസ് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ നെല്ലൂർ വന്നു. ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പറയാം, രണ്ടാമതൊരു സ്ഥലത്ത് വീണ്ടും സുവിശേഷം നിങ്ങൾ അറിയിക്കരുത്. കാരണം നിങ്ങൾ 2 പ്രാവശ്യം ഒരു സ്ഥലത്ത് നടത്തുമ്പോൾ കേൾക്കാത്ത ഒരുത്തൻ്റെ ഒരവസരം നഷ്ടപ്പെടുക കേട്ടോ. ഞങ്ങൾ ഈ പ്രാവശ്യം, ഞങ്ങളെന്നല്ല എല്ലാ ദൈവദാസന്മാരും യാത്ര ചെയ്യുന്നുണ്ട്. എന്നോടൊപ്പമുള്ള സഹോദരന്മാർ ദൈവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് ഡിസംബർ മാസം ഒരു മിഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക. പിന്നെ അടുത്ത മിഷൻ ട്രിപ്പ് ജനുവരിയിലാണ്. പിന്നെ ഫെബ്രുവരിയിലുണ്ട്, മാർച്ചിലില്ല, ഏപ്രിലുണ്ട്, മെയ്യിലുണ്ട്. ജൂൺ ആകുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ചൂടായിരിക്കും, നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിരിക്കുക എല്ലാവരെയും. നമ്മൾ പറയത്തില്ലേ, നമ്മളെ പുതിയ കാര്യം ഏൽപ്പിച്ചേക്കുന്നല്ല, നമ്മളെ ഏൽപ്പിച്ചതെല്ലാം പഴയ കാര്യം തന്നെ. ഇപ്പം സാധാരണ ആൾക്കാർ പറയത്തില്ലേ,
പുതിയ നേതൃത്വം വന്നിരിക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ആ ഫോട്ടോ നോക്കിയാൽ എല്ലാം പഴയ ആൾക്കാരാണ്. പിന്നെ അവർ പൊസിഷൻ മാറി ഇരുന്നേ ഉള്ളൂ, അല്ലാതെ പുതിയ നേതൃത്വം എന്നൊന്നും പറയാനില്ല അല്ലേ. അവരെ ഏൽപ്പിച്ച് അവർ ചെയ്യട്ടെ, നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ ചെയ്യുക. ഞാൻ അവർക്കിട്ടൊരു ഞോണ്ടിയതല്ല കേട്ടോ. ചില ആൾക്കാർ അങ്ങനെ ചെയ്യും. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവം കാണുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയാനല്ല ഞാൻ വന്നത്. നിങ്ങൾ ഇറങ്ങിയാൽ ദൈവം നിങ്ങളെ അത് ഓർത്ത് അനേകയിടങ്ങളിൽ സുവിശേഷത്തിന്, അനേകരുടെ രക്ഷയ്ക്ക് നിങ്ങളെ കാരണമാക്കി തീർക്കും. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഈ രാവിലെ സമയം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനം എടുക്കണം. കർത്താവേ, എനിക്കോ പോകാൻ പറ്റുന്നില്ല. പോകുന്ന ദൈവദാസന്മാർക്ക് ശരി, ഞാനൊരു 100 രൂപ അവർക്ക് അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അയച്ചോളാനേ, ആർക്കെങ്കിലും പോകുന്നവർക്ക് അയച്ചു കൊടുക്കുക. ഒരു 50 രൂപ, ഒരു 500 രൂപ, ഒരു നേരത്തെ ഫുഡിൻ്റെ അവരുടെ കാശ് വേണ്ട, ഒരു 5 ലിറ്റർ പെട്രോളിൻ്റെ കാശ് അയച്ചു കൊടുത്തേര്. അതെങ്കിലും നിങ്ങൾക്ക് പ്രതിഫലം വീതിക്കുന്ന നാളിൽ ദൈവം നിങ്ങൾക്ക് അത് പ്രതിഫലമാക്കി മാറ്റും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യണം, കേട്ടോ. നിങ്ങൾ ഇത്ര കാലം ചെയ്തു, ഒരുപാട് പേരെ നിങ്ങൾ സഹായിച്ചു. എനിക്ക് അതുകൊണ്ട് അവരാരും റബ്ബർ തോട്ടമോ, ഞാൻ സാധാരണ പറയുന്ന പോലെ നിങ്ങൾ വരുന്ന 50 രൂപ കൊണ്ട് 500 രൂപ കൊണ്ട് റബ്ബർ തോട്ടമോ വീട് കെട്ടാനോ അല്ലെ വണ്ടി മേടിക്കാനോ ഒന്നും പോകുന്നില്ല. സ്തോത്രം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഫീൽഡിലേക്ക് പോകുന്ന ഈ ദൈവദാസന്മാരുടെ പിൻപിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ അതിനു വേണ്ടി ചരിതിച്ച് വെക്കുകയും ചെയ്യുക. ഞാൻ നിങ്ങൾക്കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർക്കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശേഷത്തിന് വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ മസീനഗുഡി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാനും ദൈവത്തിൻ്റെ ദാസൻ ബെന്നി അവരുകൾ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരെ അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. അവരും സുവിശേഷത്തിന് വേണ്ടി ഓടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന ഞാൻ കേട്ട നന്ദി യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, മറക്കരുത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്തോത്രം സുവിശേഷത്തിൻ്റെ സഹായങ്ങൾക്കും, നിങ്ങൾ ചെയ്യുന്ന സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് പ്രതിഫലം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഞങ്ങളുടെ ഈ ട്രിപ്പിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അന്നേരത്തേക്ക് റെഡിയാവും. ഉപവാസമൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അല്പം ക്ഷീണമൊക്കെ ഉള്ളത്. പോകാൻ സമയത്താകുമ്പോൾ ഞങ്ങൾ നല്ല ചിരിന്നാവും. സത്രം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കൂടെ വരുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.